കിലോമീറ്റർ ഉണ്ടാവും. അത്രയും ദൂരം നമ്മളിപ്പോൾ നടന്ന് തന്നെ വന്നു. അതിന് മേലെ കുറേ ടെൻ്റ് അടിച്ച് കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. അവിടെ എന്തോ ഒരു പ്ലേസാണ്, ടെൻ്റാണോ അല്ല അവിടെ വർക്കേഴ്സിൻ്റെ എന്തോ ആണോ തോന്നുന്നു. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്കിനി തിരിച്ച് നടക്കാം. എനിക്ക് കൂട്ടിയത് ആ 2 പശുക്കിടങ്ങളുണ്ട്, വേറെ ആരുമില്ല ഇവിടെ. പിന്നെ വന്യമൃഗങ്ങളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ, അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല. പിന്നെ കുരങ്ങന്മാരെ കണ്ടാൽ കണ്ടു, അല്ലാതെ വേറെ മൃഗങ്ങളൊന്നും ഇവിടെ കാണാൻ കഴിയില്ല. അപ്പോൾ 1 കിലോമീറ്റർ നടന്നു, കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്, തീരെ വയ്യ. കണ്ടില്ലേ, ഇതുള്ളാരം കൊണ്ട് രക്ഷപ്പെട്ട്. നമ്മൾ പോകുന്ന വഴിയാണിത്, കണ്ടില്ലേ, ഒറ്റയ്ക്കൊരു 2 കാടിൻ്റെ നടുക്കായിട്ടൊരു പാത. അപ്പം നമ്മൾ ഒരു കയറ്റം കയറി ഇറങ്ങിയില്ല, കയറ്റം കയറി. അപ്പോൾ നേരെ സ്ട്രൈറ്റ് റോഡ്. ട്രക്കിങ്ങിന് പോയിട്ട് വരുന്ന വിദേശികളാണ്. കുറച്ചുകൂടി കയറി പോകാനുണ്ട് അതിയെ. ഓ മാൻ, നോക്കിയേ, ആ കാണുന്നത് ഗുഡ്ലി ബീച്ചാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം, എത്രത്തോളം സൂം ആവുമെന്ന് അറിയില്ല. ഈ കാടിനുള്ളിൽ കൂടെ ഷോർട്ട് കട്ട് പിടിക്കാം. മാപ്പിൽ കാണിക്കുന്നത് അങ്ങനെയാണ്. ഒരു 500 മീറ്റർ ചുറ്റുന്നുണ്ട്. അപ്പോൾ ഒരു 500 മീറ്റർ ലാഭിക്കാനുള്ള വഴിയാണിത്. കാട്ടിലൂടെ ഒരു യാത്ര. ഇത്ര നേരം കാട് തന്നെയാണ്, ഇപ്പോൾ ഒന്നുകൂടി ഇടുങ്ങിയ കാടായിപ്പോയി. അപ്പോൾ നമുക്ക് അവിടെ എത്തി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വഴിയെന്ന്. എവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഷോർട്ട് കട്ട്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി ഇത് എത്തി. ഒരു 50 മീറ്റർ നടന്നാൽ മതി. ഇത് നമ്മളൊരു 100-500 മീറ്റർ ചുറ്റി വരാനുണ്ട്. അപ്പോൾ ആളുകൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നൊരു വഴി ഇതാണ്, ഷോർട്ട് കട്ടായിട്ട്. ഒറ്റ കയറിൽ കയറിയാൽ മതി അവിടെ നിന്ന് കേട്ട്. ആളുകൾ ടെൻ്റ് അടിച്ചിരിക്കുന്നത് പറഞ്ഞില്ലേ, അത് ഇതാക്കാത്ത ടെൻ്റാണ് കേട്ടോ. കാണാൻ കഴിയുന്നത് അറിയില്ല, എനിക്കിവിടെ നിന്ന് നേരെ കാണാൻ കഴിയുന്നില്ലത്. അപ്പോൾ അതാണ് ആ ടെൻ്റ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ കുറച്ച് ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് വ്യൂ ഒന്നും അറിയില്ല, അവിടെ ഇത്തിരി കാണിച്ചു തരാം കേട്ടോ. ഒരു ഭാഗ്യം മുന്നിൽ കണ്ടു. ഇവിടെ കുറച്ച് ആളുകളുണ്ട്, അവിടെ കുറച്ച് ഡ്രിങ്ക്സൊക്കെ വെക്കുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ എൻ്റെ കയ്യിൽ വെള്ളം തീരാനായി. നന്നായുള്ളൂ അവിടെ ഡ്രിങ്ക്സ് ഉള്ളത്, നമുക്ക് എന്തായാലും പോയി വാങ്ങി കുടിക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കട കാണാൻ കഴിയും. അവിടെ ആളുകൾ ചെറിയ ഡ്രിങ്ക്സ്, ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല, അങ്ങനെ കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടെ. കണ്ടില്ലേ, ചെറിയൊരു പ്ലാസ്റ്റിക് കൊണ്ട് മേഞ്ഞൊരു ചെറിയൊരു കട. താങ്ക് യു. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കൊക്കക്കോളയും പിന്നെ ഒരു തണുത്ത വെള്ളം വാങ്ങിയിട്ടുണ്ട്. ഇതില്ലെങ്കിൽ അവിടെ എത്തൂല, ആളെ ക്ഷീണിക്കും. നല്ല ചൂടത്ത് താഴ്ച വരുമ്പോൾ കുടിക്കാൻ പറ്റിയ ആളെന്നില്ല, വെള്ളമൊക്കെ തെറിക്കുന്നുണ്ടോ, ഉള്ള വെള്ളം. 2ാമത്തെ ആളിന് കിട്ടുന്നുണ്ട് ആള്. അപ്പോൾ നമുക്ക് അത്ര നല്ലത്. ഇപ്പോൾ താഴത്തോട്ട് ഇറങ്ങുകയാണ്. ബീച്ച് ഇതാ ആ ഭാഗത്തായിട്ടാണ്, കാണില്ല, ഫുള്ള് മരങ്ങളും കാടുകളായിട്ട് കാണില്ല. താഴത്തുകൂടെ റോഡ് പോകുന്നുണ്ട്, അതിനൊരു എൻഡ് ഉണ്ട്. അപ്പോൾ അതിൽ പോകാൻ കഴിയില്ല. ഇതാണ് മെയിൻ റോഡ്. നമ്മുടെ ഏരിയ ഉണ്ടല്ലേ, നല്ല ഭംഗിയില്ലേ. മണ്ണിടിഞ്ഞ് വീണതാണ് താഴത്തോട്ട്, ഒരു മണ്ണിടിഞ്ഞ് വീണതാണ്. പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു വനത്തിൻ്റെ നടുക്കാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ല, അട്ടപ്പാടി പോയത്. അപ്പോൾ അതിനത്ര വല്ല വനമല്ലെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ വനമാണ്. പിന്നെ ഈ കാണുന്ന കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ 1 കിലോമീറ്റർ അങ്ങോട്ട് ആ ബീച്ചിൻ്റെ അറ്റം വരെ വനമാണ്. പിന്നെ അവിടുന്ന് വനം കുറഞ്ഞ് ഒരു എൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലാണ്. അപ്പോൾ പോകുന്നത് ഫസ്റ്റ് ഓം ബീച്ചിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്ര നേരത്തെ നടത്തത്തിന് ശേഷം നമ്മളിപ്പോൾ ഓം ബീച്ചിനടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓം ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പിന്നെയുള്ളത് നമ്മുടെ ഓം ബീച്ചിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളുണ്ട്. നമസ്തേ കഫേ, AC അക്കോമഡേഷൻ റൂംസ് ആട്ടോ, ഓം ബീച്ചിനടുത്തുള്ള റൂംസാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ എൻട്രൻസിലെ കാഴ്ചകൾ. നോ എൻട്രി ആണ്, ഓൺലി ഓട്ടോ പാർക്കിംഗ്, നോ എൻട്രി ബൈക്ക്. ഫൈൻ 500 രൂപയാണ് കേട്ടോ. ആണല്ലേ, ഉള്ളിലോട്ട് വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ 500 രൂപയാണ് ഫൈന്. അപ്പോൾ ആരും അതിന് മുതിരാതിരിക്കുക. ഇവിടെ നിന്ന് ഓട്ടോ അവൈലബിൾ ആണ്. ഇവിടുന്ന് 4 കിലോമീറ്റർ ദൂരം. അത്യാവശ്യം റേറ്റ് ഉണ്ടാവും തോന്നുന്നു ഓട്ടോ ഫെയറൊക്കെ, അറിയില്ല. പക്ഷെ ഇപ്പന്മാരെല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. കണ്ടില്ലേ, പിന്നെ കരിമ്പ് കടകൾ കാണാൻ കഴിയും. കരിമ്പ് കടകളാണ്.
ഇതാണ് ഓം ബീച്ച്. നമ്മുടെ ഓം എഴുതിക്കണുണ്ട് അവിടെ. ഓം ചെറിയൊരു റെസ്റ്റോറൻറ്റ് അവിടെ, ചെറിയൊരു ഹോട്ടൽ, ചെറിയ ഫുഡൊക്കെ കിട്ടും. നമുക്ക് വരുമ്പോൾ ഫുഡ് കഴിക്കാം. നമുക്ക് താഴത്തോട്ട് ഇറങ്ങാം. താഴെയും കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചേച്ചി എന്തൊക്കെയോ മാലയിൽ എന്തോ മുത്ത് കോർക്കുന്നുണ്ട്. ഇവരൊക്കെ ഹാൻഡ് മെയ്ഡ് ആട്ടോ അതൊക്കെ. അത് വാങ്ങിയിട്ട് വരുന്നത്, പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരും. ഇവരൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതാണ് ഇവിടെ തന്നെ. കണ്ടില്ലേ, ലൈവായിട്ടാട്ടോ ഇവിടെ വർക്ക് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതാണ് നല്ല ഭംഗിയുള്ള മാലകളൊക്കെ ഉണ്ട് ഇവിടെ. ലേഡീസൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഇവിടെ ചാകരയായിരിക്കും. അപ്പോൾ താഴത്തോട്ട് ഇറങ്ങാം. താഴത്തിറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ താഴത്തോട്ട് ഇറങ്ങാം. ഓ മാൻ, ഇവിടുന്ന് ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് താഴെ ഇറങ്ങാനുണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു കാഴ്ച കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, നല്ല ഭംഗിയില്ല കാണാൻ. ഒരു ഫുള്ള് പാറ, ഇവിടുന്ന് അറ്റം വരെ പാറയാണ് കണ്ടോ. അവിടേക്ക് ഇറങ്ങി നോക്കാം. ഇവിടുന്ന് നോക്കിയാൽ മഞ്ഞ് മൂടിയിട്ട് അവിടെ നിന്ന് ഒരു സാധാരണ നമ്മൾ കടലിൽ പോകുമ്പോൾ ഒരു ലൈനാണ് കാണുക. അപ്പോൾ മഞ്ഞ് മൂടിയിട്ട് ഒരു ലൈന് ക്ലിയർ ആണല്ലോ, ബ്ലറാണ് അവിടെ. കണ്ടില്ലേ, ഞാൻ അവിടുത്തെ കാഴ്ച. കുറച്ചുകൂടി താഴെ ഇറങ്ങിയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച പറഞ്ഞാൽ അതാണ്. കണ്ടില്ലേ, ആ ഭാഗത്ത് കുറച്ച് ആൾക്കാർ, അവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പാറിന് മേലെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ചെറിയ ചെറിയ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ സ്വിമ്മിങ് മാത്രം അലൗഡല്ല, നോ സ്വിമ്മിങ് അലൗഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ള കാഴ്ചകൾ. ഈ സൈഡിലോട്ട് ഉള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം മഴവെള്ളമാണോ അല്ല വെള്ളം തിരടിച്ച് കയറിയതാണോ അറിയില്ല. അവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ഇവിടെ സ്ലിപ്പറി റോക്ക് നീതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. എന്ത് മരമാണ് ഇത്? ഈത്തപ്പഴം മരമാണോ അത്? കണ്ടിട്ട് അതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എൻ്റെ ഇതൊക്കെ കല്ലിങ്ങനെ ഓരോന്നും ഇങ്ങനെ അടുക്കി വെച്ച പോലെ ഉണ്ട്. കണ്ടില്ലേ, ഒന്നിൻ്റെ മേലെ ഇങ്ങനെ ചെരിച്ചടുക്കി എന്തോ ആരോ കൊണ്ട് വെച്ച പോലെ തോന്നുന്നുണ്ട്. കണ്ടില്ലേ, കാണുന്നുണ്ടോ? ഇത് നമുക്ക് താഴത്തോട്ട് ഇറങ്ങാം. ഇതാണ് ഓം ബീച്ചിൻ്റെ കാഴ്ചകൾ. ഇനിയിപ്പോൾ ആ ബീച്ചിൻ്റെ അതിൻ്റെ അപ്പുറം പോകാനുണ്ട്. അവിടെയാണ് ഇനി ഹാഫ് മൂൺ ബീച്ച്. ഇവിടെ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും ടാറ്റു ആണ് കേട്ടോ. ടാറ്റു ഷോപ്പുണ്ട് എല്ലായിടത്തും. നമ്മൾ ഗോവ പോലെയാണ്, അവിടെ ഇതേപോലെയാണ് കുറേ ടാറ്റു ഷോപ്പൊക്കെ കാണാൻ കഴിയും. ഹായ് എന്താ ഒരു മോനെ സൈസ് നോക്കാം. ഒരു കടി കിട്ടി 2 കിലോ ഇറച്ചി പോവും. അപ്പോൾ കുറച്ചുകൂടി അങ്ങനെ നടന്നിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. പാറിൻ്റെ മേലെ കയറാട്ടോ. നമുക്ക് എന്തായാലും ഞാൻ കയറി. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിങ്ങിന് ഇപ്പോൾ സമയമല്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഉണ്ട് പാറയ്ക്ക് ചുറ്റും എന്ത് ചുണ്ണാമ്പാണോ? ചുണ്ണാമ്പ് പോലെ എന്തോ ആണത്. ചുണ്ണാമ്പല്ല, അതുപോലെ എന്തോ പാറ കയറ്റി ഒട്ടി. നല്ല ഭംഗിയില്ലേ പാറ കാണാൻ. ഇതൊക്കെ വഴിയുണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ ഒരു വിഷ്വൽ നോക്കാം നിങ്ങൾ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ അവിടെ 2 ഫോറിനേഴ്സ് പോകണം കാണാം. പിന്നെ അവിടെയാണ് ബോട്ട് റൈഡിന്. ഏയ് ഭായി एक ही आदमी है एक ही आदमी तो एंजॉय नहीं हुआ. वन मैन आर्मी. ഇവിടെയാണ് ബോട്ട് റൈഡിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. റെസ്റ്റ് എടുക്കുന്നുണ്ട് ആളുകൾ. പിന്നെ കുറേ ഡ്രസ്സുകളൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. ഭയങ്കര കാമാട്ടോ. എല്ലാ ഒച്ചയോ ബഹളമൊന്നുമില്ല. നമ്മളെ നാട്ടിൽ കാണുന്ന പോലെ ആ തിക്കും തിരക്കും ബഹളമൊന്നുമില്ല. അവിടെ ഒരു അപ്പൂപ്പൻ എന്തൊക്കെയോ വെക്കുന്നുണ്ട്. കൈതച്ചക്കയാണ് തോന്നുന്നത്. അതെ, ചെറിയ കൈതച്ചക്ക തന്നെയല്ലേ ഇത്? വേറെന്തോ ആണ്. അതെ, ചെറിയ കൈതച്ചക്ക തന്നെ ആണെന്ന്. അതെ, കൈതച്ചക്ക തന്നെയാണ്. ഡ്രസ്സൊക്കെ ഉണ്ട് ഇവിടെ.
ഷോർട്സ് കാര്യങ്ങൾ. വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ എന്തൊക്കെയോ വെക്കുന്നത്, ഇത് ഞാൻ കഴിക്കാൻ പോകുന്നു, എന്താണെന്നറിയില്ല. എനിക്ക് നല്ല വിശപ്പ്. ഇവിടെ എത്തിയപ്പോൾ എനിക്കിങ്ങനത്തെ സ്പൈസി ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കാണുമ്പോൾ എന്തൊക്കെയോ സ്പൈസിയാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും വാങ്ങാം. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചത് നമുക്ക് ഫുഡിൻ്റെ കാര്യം നോക്കാം. ഇവിടെ ഒരു ആൽമരമുണ്ട്, അതുണ്ടല്ലേ, നല്ല ഭംഗിയുള്ളൊരു ആൽമരം. ഡ്രീം ക്യാച്ചർ, നല്ല ഭംഗിയുള്ള ഡ്രീം ക്യാച്ചേഴ്സ് അല്ലേ. ബോട്ട് റൈഡിന് കുറേ ആളുകളൊക്കെ പോകുന്നുണ്ട്. ഇത് ബനാന റൈഡോ അങ്ങനെ എന്തോ പറയും, ബനാന റൈഡ് അങ്ങനെ എന്തോ എൻ്റെ പേര്. ഇപ്പോൾ പോകുന്ന ബാക്കിൽ കെട്ടി വലിച്ചത് പോകുന്നില്ലേ, ഇതാണ് ബനാന റൈഡ്. അപ്പോൾ ഇതാണ്, ഇത് ബേൽപൂരിയോ അങ്ങനെ എന്തോ പറഞ്ഞു. പിന്നെ ഇതാണോ ബേൽപൂരി? ഞാൻ കഴിച്ച് നോക്കട്ടെ. കഴിച്ച് നോക്കിയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അടുത്തത് ആഫ്റ്റർനൂൺ ബീച്ചിലോട്ട് പോകാം. ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇതൊന്ന് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ പൈനാപ്പിൾ മുളകിട്ടത് വാങ്ങിയിരിക്കുകയാണ്, ഉണ്ടല്ലേ. പൈനാപ്പിളിൽ നിന്ന് ഇതേ കടലും കണ്ട് ഇങ്ങനെ ഇരിക്കുക. എൻ്റെ മോനെ രക്ഷയില്ലാത്ത വൈബാട്ടോ. വൈബ് എന്ന് പറഞ്ഞാലും പോരാ. ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഷെല്ലുകളാണ്, പലതും പല ആകൃതിയിൽ, പൊട്ടിയതും ചീറ്റിയതൊക്കെ ഉണ്ട്. കുപ്പിച്ചില്ലാണെന്ന് അറിയില്ല. ഇതൊക്കെ നോക്കാം, ഇതൊരു വ്യത്യസ്ത തരം ഷെല്ലുകൾ. ഒരാളത് ശേഖരിക്കുന്നുണ്ട്, ഒരു ചേച്ചി കൂടെ ശേഖരിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല, ചിലപ്പോൾ എന്തെങ്കിലും മാല പോലത്തെ എന്തെങ്കിലും ഉണ്ടാക്കാനായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ഇപ്പോൾ ഹാഫ് മൂൺ ബീച്ചിലോട്ടാണ്. ഇവിടുന്ന് 1.5 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അവിടെ കണ്ട പോലുള്ള ഷെല്ലുകൾ ഇവിടെ ഉണ്ട്. പലതും പല ആകൃതിയിൽ പല വെറൈറ്റിയിലുള്ള ഷെല്ലുകൾ. അതൊക്കെ കണ്ടില്ലേ, പല കുറേ ഷെല്ലുകളുണ്ട്. ഈ ഏരിയയും കാണിച്ചു തരാം. കണ്ടില്ലേ, അതിമനോഹരമായ കാഴ്ച. കടൽ തീരം, ഇതോ അങ്ങൊരു ചെറിയൊരു പർവ്വതം. ഇവിടെ കുറച്ച് പാറക്കല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി തിരിച്ച് വരുമ്പോഴേക്കും എങ്ങനെയാണ് അവിടെ പോയി, ഇപ്പോൾ സമയം 3 മണീൻ്റെ അടുത്തായി. തിരിച്ച് നമുക്കൊരു 5 മണിക്കുള്ളിൽ അവിടെ നിന്ന് റിട്ടേൺ വരണം. അല്ലെങ്കിൽ വന്ന വഴിയൊക്കെ കണ്ടതല്ലേ, ഫുള്ള് കാടാണ്. അപ്പോൾ ലൈറ്റ് വെളിച്ചമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പോകുമ്പോൾ എന്തായാലും നടക്കാനുള്ള പ്ലാനില്ല, കാരണം എത്രയും പെട്ടെന്ന് റൂം എത്തണം. ഇരുട്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ രാത്രി കാഴ്ചകൾ എനിക്ക് വീഡിയോ എടുക്കാനുണ്ട്. രാത്രി കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളിപ്പോൾ വേറൊരു ബീച്ചിൻ്റെ പുറത്തെത്തി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കണ്ടില്ലേ, കുറേ ആളുകളൊക്കെ അവിടെ, കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. നമുക്ക് അവിടെ കയറിയാലോ. ഉണ്ടല്ലേ, ഇവിടെ നല്ല കല്ലുകളൊക്കെ ഉണ്ട്. വഴിക്ക് വീണ പോയി കാര്യം. അവിടെ പോലീസുകാരെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഹാഫ് മൂൺ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചെത്താൻ എത്ര സമയം എടുക്കും എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് ബീച്ചിലോട്ട് പോവാം. എന്തായാലും ഹാഫ് മൂൺ ബീച്ചും കവർ ചെയ്യണം. നാളെ പിന്നെ അല്ലറ ചില്ലറ അവിടുത്തെ ഗോവർണയിലുള്ള കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഭാഗത്ത് പോയി നോക്കാം കേട്ടോ. ഏതായാലും വീടാണ്ട് അവിടം വരെ എത്തിയാൽ ഭാഗ്യം. ഞാൻ അവിടെ എത്തട്ടെ. അപ്പോൾ ഇതും പിടിച്ച് നടന്നു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുക. ഞാൻ ഒരു സ്ഥലത്ത് വീഴും, ക്യാമറ ഒരു സ്ഥലത്ത് വീഴും. സോ അവിടെ എത്തിയിട്ട് ഞാൻ വേണേൽ വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പെർമിഷൻ ഇല്ല. അപ്പോൾ മൂപ്പരെ പിന്നാലെ പോകണേ, ഞാൻ പെർമിഷൻ ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾ എന്നെയും കൊണ്ട് പോകണം അങ്ങോട്ട്. അപ്പോൾ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു, അതുകൊണ്ടാണ് അങ്ങനെ പോകണത് ഞാൻ. അപ്പോൾ അങ്ങോട്ട് പെർമിഷൻ ഇല്ല. അപ്പോൾ ഡേഞ്ചർ ഏരിയ തോന്നുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടുത്തെ വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. കാണാൻ കഴിയുന്നുണ്ടോ? ഇവിടെ മറ്റേ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഹാഫ് മൂൺ ബീച്ചിലേക്ക് പോവാണ്. ഇപ്പോൾ ഇവിടെ
കുറച്ചങ്ങനെ ആ ഭാഗത്ത് നടക്കണം. ഇവിടെ കുറേ ഫോറിനേഴ്സൊക്കെ സൺബാത്ത് ചെയ്യുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ഇതുപോലെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. കണ്ടില്ലേ, ഈ ഭാഗത്ത് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഒറ്റയ്ക്ക് പശുവും ഉണ്ട് ഇവിടെ. അവനെ എവിടെ പോലും കാണാം കേട്ടോ, എല്ലായിടത്തും ഉണ്ടാവും അവൻ. നമ്മൾ ഇനി ആ ഭാഗത്തോട്ട് പോകേണ്ടി വരും, ആ ഭാഗത്തോട്ട് പോകണം. അപ്പോൾ ഇതാണ് ഹാഫ് മൂൺ ബീച്ചിലോട്ട് പോകാനുള്ള വേ. ഹാഫ് മൂൺ ബീച്ച് 30 മിനിറ്റോ പാരഡൈസ് 1 ഹവറോ എന്താ അറിയില്ല. ഇതാണപ്പോൾ ഹോം വ്യൂ കാണാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഹാഫ് മൂൺ ബീച്ചിലോട്ട് പോകുന്നുള്ള വേ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകണം. കുറച്ച് ഇവിടുന്ന് ഒരു 30 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കയറുകയാണ്. ഇവിടുത്തെ വഴികൾ ഇടുങ്ങിയ വഴികളാണ്, കുറച്ചങ്ങനെ വലിഞ്ഞ് കയറണം. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇത് കല്ലൊക്കെ ഇങ്ങനെ ഓടിച്ചാടി കയറണം. വീഡിയോ നല്ല ഷെയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഇതാ ഗാഡ് കുറ്റിച്ചെടികൾ. ഇതെന്ത് മരം? ഇതും ഫുള്ള് മുള്ളാട്ടോ ഇതിൽ, ഈ മരത്തിൽ. ആ ഭാഗത്ത് ഫുള്ള് ഫോറിനേഴ്സൊക്കെയാണ്. അപ്പോൾ എനിക്ക് അവിടെ അവരെ വീഡിയോ എടുക്കാൻ കഴിയില്ല. കണ്ടില്ലേ, ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ കുറേ ഫോറിനേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ സൺബാത്ത് ചെയ്യുന്നുണ്ട് അവിടെ. ഇതാണ് ശരിക്കും വ്യൂ, ഹോം ബീച്ചിൻ്റെ വ്യൂ ഇതാണ്. കണ്ടില്ലേ, നമ്മളാ പോകുന്ന നമ്മളെ സായിപ്പിൻ്റെ അടുത്ത് ചോദിച്ചു. ഇത് തന്നെയാണ് വഴി. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് നടക്കാനുള്ളൂ. അവിടെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഇത് നോക്കാം, ചെറിയൊരു കട. അപ്പോൾ 2 പേര് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോവാം. അവിടെ എത്തിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇടണോ? ഇപ്പോൾ ഇടുങ്ങിയ വഴിയാണ്, പോകാൻ കുറച്ച് പാടാണ്. കണ്ടില്ലേ, ചുറ്റും വേലി വെച്ചിട്ട് കേട്ട് മറച്ചിട്ടുണ്ട്. അപ്പുറത്ത് കൂടെ പോകാൻ കഴിയില്ല, നേരെ തന്നെ പോകണം. സോ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കിയുള്ള കാഴ്ചകളാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. നോക്കിയാൽ നമ്മുടെ ഹോം ബീച്ച് മുഴുവനായിട്ട് കാണാൻ കഴിയും. നമ്മുടെ കൂടെ 2 പേരുണ്ട്. സേ ഹായ്. ഹായ് ഹായ്. Where are you from? Italy. Italy? Up, then again to the left, there is a little forest. Then go to the right. Oh. Okay. ഇവിടെ നോക്കാം, ഇവിടെയുള്ള വ്യൂ കണ്ടോ? അവിടെ കുറച്ച് കമിതാക്കളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് ഇങ്ങനൊരു വ്യൂ. നമുക്ക് ഓരോ സ്ഥലത്തു നിന്നും നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന തോറും, ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്ന തോറും ഈ വ്യൂ മാത്രം നമ്മളോട്ട് പോയില്ല, എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നു, നമ്മൾ അവിടെ നിന്നൊരു ഷോട്ട് എടുത്തു. ഇപ്പോൾ ഇവിടെ നിന്നുണ്ടോ ഈ വ്യൂ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോഴും ആ മഞ്ഞ് മാറിയിട്ടില്ല, ഇപ്പോഴും ഫോഗായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. സോ നമുക്കിവിടെ നിന്ന് നമ്മുടെ കൂടെ 2 ഫോറിനേഴ്സ് ഉണ്ട്. അവർക്കും വഴിയറിയില്ല, എനിക്കും വഴിയറിയില്ല. നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി പോവാണ്. അപ്പോൾ പോകുന്ന ലൊക്കേഷൻ ഏതൊരു ഒരു വ്യൂ പോയിൻ്റാണ്. സോ പോയി നോക്കാം എങ്ങനെയാണെന്നറിയില്ല. നമ്മുടെ പിന്നാലെ അവർ വരുന്നുണ്ട്. എൻ്റെ മോനെ വിട്ട് നോക്കാൻ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. നോക്കാം, തുടങ്ങിയിട്ടുണ്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് റീച്ചായി. നമ്മുടെ കൂടെ 2 പേരുണ്ടായിരുന്നു, 2 ഇറ്റലിക്കാരുണ്ടായിരുന്നു. നമ്മുടെ മലയാളീസാണ് മുന്നിൽ പോണത്. മൂൺ ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നൈസ് വ്യൂ അല്ലേ? അയ്യോ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇതിൻ്റെ ഭംഗി വേറെ തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ, കണ്ടോ? പിന്നെ കാണാൻ പറ്റുന്ന വരില്ല. കണ്ടില്ലേ, ഇവിടുത്തെ വ്യൂ നോക്കി നിങ്ങൾ. ഇതാണ് ഹാഫ് മൂൺ ബീച്ചിൻ്റെ അടുത്തെത്താനേ നമ്മൾ. ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. താഴത്തെ കാഴ്ചകളുണ്ടോ?
അവിടെ നോക്കാം, അവിടെ മാത്രം വെയിൽ കണ്ടില്ലേ. ഇതിൻ്റെയൊക്കെ ഒരു താഴത്തൊക്കെ ആ മരങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ആ ഭാഗത്തിൻ്റെ ഭംഗി ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. ആ പാറയും പോരാത്തതിന് അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ കുട്ടി കുട്ടി മരങ്ങളില്ലേ, ഈ മരങ്ങളുള്ള കാരണം കൊണ്ട് ഈ ഭാഗത്തിൻ്റെ ഭംഗി തന്നെ ഒരു ചേഞ്ച് ആവുകയാണ്. കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വഴി. ഈ വഴി ഇടുങ്ങിയ വഴിയാണ്, പക്ഷെ നമുക്ക് നടക്കാൻ കഴിയും, നടക്കുന്നതിനൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്, ഒരിക്കലും മിസ്സാക്കരുത്. വേണ്ടില്ലേ അയ്യോ ഇതിനൊക്കെ ഒരു ഭംഗി. ഇപ്പോൾ നോക്കാം, ഫുള്ള് ഒരു കടൽ മുഴുവൻ എന്നെ കൊണ്ട് കാണാൻ കഴിയുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ, ഒറ്റ ഫ്രെയിമിൽ എന്നെക്കൊണ്ട് ഈ കടൽ മുഴുവൻ ഈ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ ഒറ്റ ഫ്രെയിം എന്നെ കൊണ്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ വന്നപ്പോൾ ഒരു കാടെത്തി, താഴത്തോട്ട് നല്ല വ്യൂ ആണ്, ഇവിടുന്ന് കാണാൻ കഴിയുന്നില്ല. അവിടേക്ക് ഇറങ്ങാൻ കഴിയുന്നെങ്കിൽ നല്ല രസമായിരുന്നേ. ഇത് സംശയത്തോടെ ഞാൻ ചോദിച്ചാൽ മതി ഈത്തപ്പഴം മരമാണോ എന്ന്. അപ്പോൾ ഇറ്റലിക്കാർ പറയുന്നത് ഇതിനെ ദാത്തലി എന്നാണ്. അപ്പോൾ നമ്മൾ ഈത്തപ്പഴം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഡേറ്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അവരുടെ ഭാഷയിൽ അതിനെ ദാത്തലി എന്നാണ് പറയുക. നമ്മൾ ഹാഫ് മൂൺ ബീച്ച് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവരും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ കാടും മലയും കയറി ഇറങ്ങി ഒരുമിച്ചാണ് വന്നത്. കുറച്ച് റിസ്ക്കി ആയിരുന്നു വേഗമൊക്കെ. ഈ ഏരിയ ഒരു ഭംഗി നോക്കാം നിങ്ങൾ, ഇതുണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ ചില സമയത്ത് വെള്ളം കയറുമായിരിക്കും, നനവൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ. ഒരു പ്രത്യേകതരം ഭംഗിയിട്ടെ ഈ ഭാഗം കാണാൻ. നമ്മളിപ്പോൾ വന്ന് ഇവിടെ എത്തി. നമ്മളെ കൂടെ വന്ന ടീംസാണ് ഇവരൊക്കെ. നമുക്ക് ഇനി എങ്ങനെയെങ്കിലും അവിടെ എത്തണം. അപ്പോൾ നമ്മൾ വന്നിട്ട് അതേ പോയി കഴിഞ്ഞിട്ട് ഷൂ ഒക്കെ നനയുന്ന കാരണം കൊണ്ട് ഞാൻ ഇതേ ചാടി കയറാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര വഴുക്കലുണ്ട്, നോക്കി പോയില്ലെങ്കിൽ നിലത്ത് കിടക്കും. നമുക്ക് അവിടെ പോയി ഇനി ബാക്കി വീഡിയോസ് കാണാം. അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളിപ്പോൾ ഭൂമിയിൽ കാലുത്തിരിക്കുകയാണ്. എൻ്റെ കാല് മുള്ളും കാടും കല്ലും ഒക്കെ നിറഞ്ഞ വഴികളിലൂടെ നമ്മളങ്ങനെ അവസാനം ഹാഫ് മൂൺ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പറയാനുള്ളത് ഹാഫ് മൂൺ ബീച്ചിനെ കുറിച്ചാണ്. ഹാഫ് മൂൺ ബീച്ച് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ബീച്ചാണ്. അതുകൊണ്ടാണ് തോന്നുന്നത് ഹാഫ് മൂൺ എന്ന് പറയാൻ കാരണം, ചെറിയൊരു ബീച്ച് മാത്രമാണ്. ഇത്രയേ ഉള്ളൂ ബീച്ച്, കണ്ടില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ അപ്പുറം പാരഡൈസ് ബീച്ച് ഉണ്ട്. അപ്പോൾ അവിടെ പോകാനുള്ള സമയമില്ല നമുക്ക്. ഇപ്പം തന്നെ നമ്മൾ 3 ബീച്ച് കവർ ചെയ്തു. ഇനിയിപ്പോൾ നേരെ റിട്ടേൺ പോകാം. നമുക്ക് ഇനി ബോട്ടിൽ പോവാം. നമ്മളപ്പം ട്രക്കിങ് ചെയ്ത് വന്ന 2 പേരുണ്ടാവും അവിടെ. അപ്പോൾ അവരപ്പം നമുക്ക് എന്തായാലും ബോട്ടിൽ ഇനി റിട്ടേൺ അങ്ങോട്ട് പോവാം. ഇനി റിട്ടേൺ നടന്നു പോകുക എന്നുള്ളത് പോസിബിൾ അല്ലാത്ത കാടല്ല, സമയം വഴിക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹാഫ് മൂൺ ബീച്ചിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും. നമ്മൾ ഈ ബോട്ടിലാണ് റിട്ടേൺ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹാഫ് മൂൺ ബീച്ചിനോട് വിട പറയുകയാണ്. ബൈ ബൈ ഹാഫ് മൂൺ. നമ്മളിതിലോട്ട് കയറി നമ്മളെ വന്നവരാട്ടോ 4 പേര്. അവിടെ നിന്ന് ഇവിടം വരെ ഒരു 2 കിലോമീറ്റർ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇവരെത്താണ് നമ്മൾ ഇനി റിട്ടേൺ പോകുന്നത് ബോട്ടിൽ. നമ്മൾ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹാഫ് മൂൺ ബീച്ച് കാണുന്നതാണ് ഹാഫ് മൂൺ ബീച്ച്. നമ്മളെ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നുണ്ട്, നമ്മുടെ ആളാണത്. അപ്പോൾ ഇതൊക്കെയാണ് ഹാഫ് മൂൺ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ, കണ്ടില്ലേ. നമ്മൾ വെള്ളത്തിലിരുന്നുകൊണ്ട് ബോട്ടിങ് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. വാ, ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കാം. Germa, say hi. Hi. Say hi. What's your name? Chiara. From? Italy. നമ്മൾ ഇറ്റലിക്കാരിയാണ്. Germa. Navia. ആളുടെ അമ്മയാണ്. പിന്നെ
മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത 2 പേരാണ് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഇപ്പോൾ ബോട്ട് യാത്ര ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ? അഗനാശിനി റിവർ. ഓക്കെ, ആ കാണുന്നത് അഗനാശിനി റിവർ ആട്ടോ. അതൊരു കായലാണ്, റിവറാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് അഗനാശിനി റിവർ. കുറച്ച് പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. തിരമല അടിക്കുമ്പോൾ അതിൻ്റെ അലയൊക്കെ ഇങ്ങനെ ഇങ്ങനെ തെറിക്കുന്നുണ്ട്. ഗോൾഡൻ ബീച്ച്. ഓക്കെ, അപ്പോൾ അതാട്ടോ ഗോൾഡൻ ബീച്ച്. സംഗം ബീച്ച്, അത് സംഗം ബീച്ച് എന്നാണ് പറയുന്നത് അവിടെ. അത് കുംത നിർവാണ, അത് നിർവാണ ബീച്ച് ആട്ടോ ആ കാണുന്നത്. അതിൻ്റെ പേരാണ് നിർവാണ ബീച്ച്. ഇവിടെ കുറേ ബീച്ചുകളുണ്ട്. നമുക്ക് എൻഡ് എന്ന് പറയാനായിട്ട് നമ്മുടെ ഹാഫ് മൂൺ ബീച്ചുള്ളൂ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ആ കാണുന്ന നിർവാണ ബീച്ചൊക്കെ അങ്ങനെ. പിന്നെ അങ്ങനെ പോയി ഓരോ കരയാണ് അപ്പുറത്തും ഇപ്പുറത്തും. ഓരോ കരയ്ക്കും ഓരോ പേരാണ്. അപ്പോൾ നമ്മളിന്ന് 3 ബീച്ചുകൾ സന്ദർശിച്ചു. ഇതോ അവിടെ ഒരു കപ്പലിൽ ബോട്ടൊക്കെ പോകുന്നുണ്ട്. കണ്ടില്ലേ? ഇവിടുന്ന് നമ്മളിപ്പോൾ അവിടുന്ന് കേട്ടോ, അതാണ് നമ്മുടെ ഹാഫ് മൂൺ ബീച്ച് കാണുന്നത്. ഇത്രയും ലോങ് ആയതുകൊണ്ട് നമുക്കെല്ലാം ക്ലിയറായി കാണാൻ കഴിയുന്നുണ്ട്. അവിടുന്ന് ട്രക്കിങ് ചെയ്ത് കുറേ നടന്നിട്ടാണ് ഇവിടെ എത്തിയത്. കണ്ടില്ലേ? ആ ബീച്ചാട്ടോ കാണുന്നത്. നമ്മുടെ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നുണ്ടല്ലേ, ബോട്ട് ഓടിക്കുന്നുണ്ടല്ലേ. നല്ല മനോഹരമായിട്ട് കാഴ്ച അതൊക്കെ. ജീവിതത്തിൽ മിസ് ചെയ്യരുതാരും. ചാൻസ് കിട്ടിയാൽ വരിക അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലങ്ങളാണ്. അതുപോലെ ലൈറ്റ് ഹൗസ് കാണുന്നുണ്ടല്ലോ അവിടെ. അപ്പോൾ ആ ലൈറ്റ് ഇപ്പോഴേ പോലീസുകാരും എന്താ പറയുക പോണ്ടെന്ന് പറഞ്ഞ സ്ഥലം ഇട്ടത്. അപ്പോഴേ ഇവിടെ അലോഡല്ല പറഞ്ഞില്ലേ, ആ സ്ഥലമാണിത്. നമ്മൾ അതും കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. അതിന് മേലെന്തോ ഒന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇപ്പോൾ അവിടെ വന്ന് നിന്നപ്പോഴാണ് നമ്മളടുത്ത് പോണ്ടെന്ന് പറഞ്ഞത്. പോലീസുകാർ അവിടെ അലോഡല്ല പറഞ്ഞു. ഇപ്പോൾ നമുക്കത് കാണാനുള്ള ഭാഗ്യം കിട്ടി. കായ് നമ്മളെ ഇറ്റലിക്കാരുത്തി നമ്മുടെ ഗ്രാൻഡമ്മയും എനിക്ക് ഗിഫ്റ്റ് തന്നാണ്. എനിക്ക് അവിടുന്ന് ആൾ എടുത്ത് ഗിഫ്റ്റ് തന്നാണിത്. ഒരു സ്നേഹ സമ്മാനം കണ്ടില്ലേ, ഞാൻ സൂക്ഷിച്ച് വയ്ക്കാൻ പോവാണ്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ അനുഭവങ്ങൾ. ബൈ ഗ്രാൻഡ്മ, ബൈ. അപ്പോൾ എൻ്റെ മുഖം കണ്ടാലറിയാം ഞാൻ ആകെ ടയേർഡാണ്. വെയിൽ കൊണ്ടിട്ട് ആകെ മുഖം ഒന്ന് കരിവളിച്ചതാണ്, വേറെ ഒന്നുമല്ല. പിന്നെ നമ്മുടെ ഇറ്റലിക്കാരി നമ്മളെ ആ ചേച്ചിയോ ഓക്കെ ചേച്ചി, പിന്നെ നമ്മുടെ ഗ്രാൻഡ്മയും പിന്നെ രണ്ട് സുഹൃത്തുക്കളുണ്ട്. നമ്മൾ ഹാഫ് മൂൺ ബീച്ചിലേക്ക് ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ പരിചയപ്പെട്ടാണ്. പെട്ടെന്ന് അവർ വഴിയറിയാതെ അവിടെ നിന്നപ്പോൾ എനിക്ക് വഴി അറിയില്ല, ഗൂഗിൾ ചതിച്ചു. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഒരുമിച്ച് കൂടി. പിന്നെ ഞാൻ പറഞ്ഞ 2 ബാംഗ്ലൂരുകാർ, അപ്പോൾ അവരും
എൻ്റെ ഒപ്പം അവിടെ നിന്ന് ഒരുമിച്ച് കൂടി. അപ്പോൾ ഞങ്ങൾ 5 പേരായിരുന്നു ആഫ്റ്റർനൂൺ ബീച്ചിക്കും ഒരുമിച്ച് പോയത്. ബോട്ടിൽ കയറുന്ന പ്രതീക്ഷയല്ല. പിന്നെ നമ്മൾ അവിടെ എന്താ പറയുക, പോലീസുകാരെ സമ്മതിച്ചില്ലല്ലോ നമ്മളെ വീടെടുക്കാൻ. അപ്പോൾ അതും നമുക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഹാഫ് മൂൺ ബീച്ചിൽ നിന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓം ബീച്ചാണ്. ഓം ബീച്ചിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചങ്ങോട്ട് നമുക്ക് ഗോർണ ബീച്ചിൽ നടക്കാനുണ്ട്. അപ്പോൾ എനിക്ക് സ്നേഹസമ്മാനമായി ഇപ്പോൾ തന്ന ആ ശല്യം ഞാൻ കാത്തു സൂക്ഷിക്കും. പിന്നെ അവരൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, നമ്മൾ നല്ലൊരു ഓർമ്മയ്ക്ക് വേണ്ടി തന്നതാണ്, മറക്കാതിരിക്കാൻ. ഞാനത് എൻ്റെ വാളറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും മറ്റും. നമുക്കിനി തിരിച്ച് പോകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ച ഇതൊക്കെയായിരുന്നു. വേറെന്താ പറയുക, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു മറക്കാനാവാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് നാളത്തെ വിശേഷവും നാളത്തെ ട്രിപ്പൊക്കെ എന്താണെന്ന് അറിയില്ല. പ്ലാൻ ചെയ്ത്